പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാത്രിയും പകലും മാറി വരുന്നതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയും പകലും മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പകലിനെ ജീവിത സന്ധാരണ വേളയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പകൽ സമയം ഏറെ അധ്വാനിക്കുന്ന മനുഷ്യന് രാത്രി ഒരു നല്ല വിശ്രമവേളയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാത്രിയായിരുന്നാലും പകലായിരുന്നാലും അവൻ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളെക്കുറിച്ച് വ്യക്തമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രി കടന്നു വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഷെറിനെ കുറിച്ചും പകൽ കടന്നു വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഷെറിനെ കുറിച്ചും നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുമായി കൂടുതൽ അടുക്കുന്നതിനും അള്ളാഹുമായുള്ള തന്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ആത്മീയ ഉണർവ് കരസ്ഥമാക്കുന്നതിനുമുള്ള സമയമാണ് രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന സമയം കൂടിയാണ് രാത്രി. നിശാന്ത സമയങ്ങളിൽ ഉണർന്ന് എഴുന്നേറ്റ് അള്ളാഹിനോട് പാപമോചനം തേടുകയും ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷറഫുൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈലി. ഒരു സത്യവിശ്വാസിയുടെ ശ്രേഷ്ഠത അവന്റെ രാത്രി നമസ്കാരത്തിലാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, അവർ രാത്രി സമയങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരായിരുന്നു എന്ന്. അതുപോലെ തന്നെ സ്വർഗസ്ഥരായ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ എടുത്തു പറയുന്നിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി വളരെ കുറച്ചു മാത്രമായിരുന്നു അവർ ഉറങ്ങിയിരുന്നത് എന്നും അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരായിരുന്നു എന്നും. എന്നാൽ ഇന്ന് നാം ഏറെ സമയം സോഷ്യൽ മീഡിയകളിലും തട്ടുകടകളിലുമായി സമയം ചെലവഴിച്ചുകൊണ്ട് രാത്രി നിശാന്ത സമയങ്ങളിൽ കിടന്നുറങ്ങുന്നവരായിട്ടാണ് നാം മാറിയിരിക്കുന്നത്. രാത്രി സമയങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും ആത്മീയ ഉണർവ് ലഭിക്കുന്നതിനും വേണ്ടി ചിലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.